My dear students, in the last class, we have studied about the two parts of the nervous system, central nervous system and the peripheral nervous system. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഡീവ്യവസ്ഥയുടെ രണ്ടു വിഭാഗങ്ങളായ കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിച്ചു. Today we can study more about the central part of the nervous system, that is brain. ഇന്ന് നമുക്ക് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമായ മസ്തിഷ്കത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. Nervous system control and coordinate all life activities. നാഡീവ്യവസ്ഥയുടെ ധർമ്മത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് നാഡീവ്യവസ്ഥ ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയാണ് ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. The different parts of the brain control and coordinate all life activities. ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. Brain is the central part of the nervous system. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. Today we can study about the structure of the brain and its different parts, characteristics and functions. ഇന്ന് നമുക്ക് മസ്തിഷ്കത്തിൻ്റെ ഘടന മനസ്സിലാക്കാം. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയും പ്രത്യേകതകളെയും ധർമ്മങ്ങളെയും കുറിച്ച് പഠിക്കാം. The main parts of the brain are cerebrum, cerebellum, medulla oblongata, thalamus and hypothalamus. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, hypothalamus. First, we can study about cerebrum. ആദ്യമായി നമുക്ക് സെറിബ്രത്തെ കുറിച്ച് പഠിക്കാം. Cerebrum is the largest part of the brain. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. There are numerous fissures and faults are seen. സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. All of you look at the picture 1.7 in your textbook, page number 14. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം 1.7 നിരീക്ഷിക്കുക. പേജ് നമ്പർ 14. Here you can see there are so many fissures and faults in the cerebrum. ഇവിടെ നിങ്ങൾക്ക് സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണാൻ സാധിക്കും. We have already studied about gray matter and white matter. The part where myelinated nerve cells are seen in abundance are called as white matter. It is seen in white color. The part where non-myelinated nerve cells are seen in abundance is known as gray matter. They are seen in gray color. നാം മുൻപ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്.
മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്ത് കൂടുതലായി കാണപ്പെടുന്ന നാഡീകോശങ്ങൾ ഉള്ള ഭാഗം വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. അതാണ് വൈറ്റ് മാറ്റർ. മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു. അവയാണ് ഗ്രേ മാറ്റർ. ഹിയർ ഇൻ സെറിബ്രം outer part is seen in gray color and inner part of the cerebrum is seen in white color. Outer part is gray matter and inner part is white matter. സെറിബ്രത്തിന്റെ പുറം ഭാഗം ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിന്റെ ഉൾഭാഗം വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. അതായത് സെറിബ്രത്തിന്റെ പുറം ഭാഗം ഗ്രേ മാറ്ററും ഉൾഭാഗം വൈറ്റ് മാറ്ററുമാണ്. ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് കോൾഡ് ആസ് കോർട്ടക്സ് ആൻഡ് വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗം കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല്ല എന്നും അറിയപ്പെടുന്നു. Now we can study about the function of cerebrum. ഇനി നമുക്ക് സെറിബ്രത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാം. The first function of cerebrum is it is the center of thought, intelligence, memory and imagination. സെറിബ്രത്തിന്റെ ആദ്യത്തെ ധർമ്മമാണ് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. The second function of cerebrum is the center of vision, hearing, taste, smell and touch. സെറിബ്രം കാഴ്ച, കേൾവി, രുചി, ഗന്ധം, സ്പർശം എന്നിവയുടെ കേന്ദ്രമാണ്. സെറിബ്രം evokes sensations. Cerebrum evokes senses like sound, taste, touch, vision and smell. സെറിബ്രത്തിന്റെ രണ്ടാമത്തെ ധർമ്മമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് കാഴ്ച, കേൾവി, സ്പർശം, രുചി, ഗന്ധം എന്നിവ. The third function of cerebrum is it controls voluntary movements. മൂന്നാമത്തെ സെറിബ്രത്തിന്റെ ധർമ്മമാണ് സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. We have studied about voluntary movements and involuntary movements in 9th standard. The movement which can be controlled by our will are called voluntary movements. ഐച്ഛിക ചലനങ്ങളെക്കുറിച്ചും അനൈച്ഛിക ചലനങ്ങളെക്കുറിച്ചും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളാണ് ഐച്ഛിക ചലനങ്ങൾ. So cerebrum controls voluntary movements. സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹാൻഡ് മൂവ്മെന്റ്സ്, മൂവ്മെന്റ് ഓഫ് ദി ടങ് എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് വോളണ്ടറി മൂവ്മെന്റ്സ്. കൈകളുടെ ചലനം, നാക്കിൻ്റെ ചലനം ഇവയെല്ലാം ഐച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.